ഇത് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സ്പീഡ് വയലേഷനെതിരെയുള്ള ഒരു ലേസർ ക്യാമറയാണ്. ഇന്നലെ കണ്ണൂരിൽ നടന്ന കേരള പോലീസിന്റെ വിഷൻ 2031 എന്ന പരിപാടി ട്രാഫിക് നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ട്രാഫിക് യൂണിറ്റ് തയ്യാറാക്കി ഉടനെ നടപ്പിലാക്കുന്ന 3 ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഓട്ടോമാറ്റിക് ലേസർ റഡാർ ടെക്നോളജി ഉപയോഗിച്ചുള്ള പുതിയ പോലീസിന് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ലേസർ ഹാൻഡൽഡ് ക്യാമറയാണ്. ഇതിൻ്റെ റോഡിൽ ട്രാഫിക് വയലേഷന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ട്രാഫിക് വയലേഷൻ ചെയ്യുന്ന വെഹിക്കിൾ അതിൻ്റെ ലേസർ ടെക്നോളജി ഉപയോഗിച്ച് അതിൻ്റെ നമ്പർ ഡിറ്റക്റ്റ് ചെയ്യും. അത് വൈഫൈ കണക്ടിവിറ്റി ഉപയോഗിച്ച് ഈ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ മൊബൈൽ API ആപ്ലിക്കേഷൻ വഴി പരിവാഹൻ സൈറ്റ് ലിങ്ക് ചെയ്ത് ഇൻഡിവിജ്വലിന് SMS വഴി അവരുടെ ഫൈൻ ഈടാക്കുന്ന സമ്പ്രദായമാണ് ഈ ലേസർ ടെക്നോളജി ഹാൻഡിൽ ക്യാമറ ടെക്നോളജി. ഇത് ഹൈവേയിൽ വാഹനങ്ങൾ സ്പീഡ് വയലേറ്റ് ചെയ്യാൻ വേണ്ടി അതിനെതിരെയുള്ള ഒരു ടെക്നോളജിയാണ് ഈ ലേസർ റഡാർ ടെക്നോളജി. ഇത് കേരള പോലീസ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതോടെ പരിവാഹൻ സൈറ്റ് വഴി ഇതിൻ്റെ ഫൈൻ ഈടാക്കുകയും കഴിയും എന്നുള്ളതാണ്. ഇതുവഴി അപകടങ്ങളും വേഗത കുറയ്ക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് വേണ്ടി ഇപ്പം സാധാരണ കൂടുതൽ പെഡസ്ട്രിയൻ ക്രോസിങ് സ്ഥലങ്ങളിൽ പെഡസ്ട്രിയൻസിൻ്റെ സ്വന്തമായത് പുഷ് ചെയ്ത് ക്രോസ് ചെയ്തതിനോട് തെറ്റാണ്. നോർമലി റാൻഡമായിട്ട് ക്രോസ് ചെയ്യുന്ന വരെ ഒരു യൂണിഫോമായിട്ട് ക്രോസിങ് ഉണ്ടാവും. അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. ഇത് ചെയ്യേണ്ട അതായത് കാൽനട യാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് നേരിട്ട് ആ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ചു നേരം വെയിറ്റിംഗ് കഴിഞ്ഞാൽ നടക്കാനുള്ള സിഗ്നലും വരും. നിശ്ചിത സമയം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി സ്റ്റോപ്പ് ആകും. അടുത്ത ആൾ ഉടനെ വന്ന് ബട്ടൺ പ്രസ് ചെയ്താൽ കുറച്ച് സമയം കഴിഞ്ഞ് മാത്രമേ സ്റ്റാർട്ടാകൂ. ഇത് സീബ്ര എന്ന് പറഞ്ഞൊരു ഉപകരണമാണ്. ഇത് നമ്മുടെ കാഴ്ച പരിമിതർക്കും കേൾവി പരിമിതർക്കും ഡെഫ് ആൻഡ് ഡംബ് പീപ്പിൾസിൻ്റെ റോഡ് ക്രോസ് ചെയ്ത് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം. ഇതൊരു 2022 തൃശ്ശൂർ സിറ്റി പോലീസ് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പോലീസ് തയ്യിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സിഗ്നൽ സിസ്റ്റമായിട്ട് പാരലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സിഗ്നലിൽ നമ്മൾ ഗ്രീൻ സിഗ്നൽ റെഡ് സിഗ്നൽ വരുമ്പോൾ ഇതിലിങ്ങനെ ബീപ്പ് സൗണ്ട് ബീപ്പ് സൗണ്ട് നമ്മൾ പുറത്ത് വെച്ചിരിക്കുകയാണ്. ബീപ്പ് സൗണ്ട് അപ്പോൾ നമുക്ക് ഈ കണ്ണ് കാണാത്തവർക്ക് ഈ ബീപ്പ് സൗണ്ടിൻ്റെ അടുത്തേക്ക് വരാം. ബീപ്പ് സൗണ്ടിൻ്റെ അടുത്ത് വന്ന് ഇതിൻ്റെ ഇവിടെ ഒരു വൈബ്രേഷൻ മോഡുകളാണ്. ഇതിലിങ്ങനെ സ്പർശിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഗ്രീൻ സിഗ്നൽ വന്നു ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് സീബ്ര ലൈനിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ള ഉപകരണമാണ്. ഇത് ഹൈ സൗണ്ടാണ്. ഇത് നമ്മൾ സൗണ്ട് പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കേൾവിയും കാഴ്ചയും കുറവുള്ളവർക്കാണ്. ഇതിൽ നിന്ന് സൗണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കാഴ്ചയില്ലാത്തവർക്ക് ഇതിനടുത്ത് വരാനും അതിന് മുകളിൽ കാണുന്ന വൈബ്രേഷൻ മോഡിൽ കൈവച്ച് നിന്നാൽ ക്രോസ് ചെയ്യാൻ ടൈം ആകുമ്പോൾ അത് വൈബ്രേറ്റ് ആകുകയും ചെയ്യും. അപ്പോൾ അവർക്ക് റോഡ് ക്രോസ് ചെയ്യാനും പറ്റും.